എന്താ ഇത്രയും ചെലവിൽ കൊടുത്തത് ഈ ഭർത്താവിനെ തലക്കടിച്ച് കൊല്ലുന്ന കാര്യം ഞാനാണ് ഈ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അയ്യോ ഇത് ഫോണില് ഞാൻ സീരിയല് നമ്മുടെ എന്താ വീട്ടിലെ വിളക്ക് സീരിയലിനകത്ത് കാര്യം പറഞ്ഞതായത്. നീ വീട്ടിലെ വിളക്ക് കേട്ടോണ്ടിരിക്കുവാന്നോ? ഈ വീട്ടിൽ വിളക്ക് വെച്ച സന്ധ്യക്ക് ഞാൻ വെച്ചായിരുന്നു. ഉമ്മറത്തെ വിളക്ക് വെച്ചായിരുന്നല്ലോ. ഉമ്മറൊക്കെ വിളക്ക് വെക്കൂ? ഉമ്മറൊക്കെ വിളക്ക് വെക്കുന്നല്ലോ. ഉമ്മറത്തെ ഞാൻ വിളക്ക് വെച്ചായിരുന്നു. അല്ല നിങ്ങൾ നീ വരാൻ ഇത്രയും താമസിച്ചത് എന്താ? എനിക്കിത് ശമ്പളം കിട്ടുന്ന ദിവസമല്ലായിരുന്നോ? അതിന്റെ ഇളക്കം കാണാനുണ്ട്. എന്നാലും താമസിച്ചത് എന്താ? എനിക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ഇച്ചിരി താമസിക്കും. ചുറ്റിനും നിന്റെ ബന്ധുക്കാരിൽ താമസിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴാ പൈസ കിട്ടിയോ, ഇച്ചിരി പൈസ ഇങ്ങോട്ട് തരാമോ, 100 രൂപ എനിക്ക് തരാമോ? മുന്നേ ഇങ്ങനെ നടക്കുക, പൈസ പൈസ എവിടുത്തെ എടുത്ത് വെച്ച് കൊടുക്കാനാ ഞാനൊക്കെ? മനുഷ്യനായ കുറച്ച് കണ്ണിച്ചോരൊക്കെ വേണം കേട്ടോ. എന്താടി ഓരോരുത്തരുടെ അവസ്ഥയില്ലേ, അപ്പൊ കൊടുത്ത് സഹായിക്കണം. എടീ, ഒരാളുടെ അവസ്ഥ കേട്ട് നമ്മൾ പൈസ കടം കൊടുത്താൽ നമ്മുടെ 100 അവസ്ഥ പറയണം ആ പൈസ തിരിച്ചു വാങ്ങിക്കാൻ. ഓ, നിങ്ങളുടെ ഇതൊക്കെ കേൾക്കുന്ന എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. നിനക്ക് എന്തിന്റെ കുറവാടി? എനിക്കോ? എനിക്ക് ഈ ചുരിദാറിന് ഇച്ചിരി ഇറക്കക്കുറവുണ്ട്. എന്തോ ചെയ്യാൻ പറ്റും? നീ മുട്ട കുത്തി നടക്കരി. നിങ്ങൾക്കല്ലേ ഈ തറുതല പറയാനൊക്കെ കാണത്തുള്ളല്ലോ. എടി, തറുതല പറയും. ഞാൻ പൈസ ഉണ്ടാക്കും. ഞാൻ ഒന്നും ഇല്ലാത്തടത്തൊന്നാണ് വന്നത്. അതുകൊണ്ട് പൈസ ഞാൻ ശേഖരിച്ച് മാറ്റി വെക്കും. പക്ഷെ നിങ്ങളുടെ അച്ഛനെ കണ്ട അങ്ങനെ പറയത്തില്ലല്ലോ, ഒന്നും ഇല്ലാത്തടത്താന്ന്. ഞാൻ എന്റെ അച്ഛനെ കണ്ടായത് പഠിച്ചത്. ചെറുപ്പകാലത്ത് സന്ധ്യയാകുമ്പോ കിടക്കാൻ നേരത്ത് അമ്മച്ചോട് പറയും, അമ്മേ വിശക്ക് തിന്നല് തരാനെന്ന്. എന്നിട്ട് അമ്മ എന്നോട് പറയും, മക്കളെ ഈ വീട്ടിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വാവാ പാടി ഉറക്കും. ഉറങ്ങിക്കഴിഞ്ഞാൽ വിശപ്പറിയത്തില്ലല്ലോ. പാതിരാത്രി 12 മണിയാകുമ്പോൾ വിശപ്പ് മൂത്ത് ഞാൻ ചാടിയിരിക്കുമ്പോൾ കാണാം ഞങ്ങൾ അച്ഛനിരുന്ന് വെട്ടി വിഴുങ്ങുന്നു. അങ്ങനെ ഞാൻ പറയാം, അച്ഛൻ എന്തായാലും കഴിക്കാൻ തരാൻ പറഞ്ഞപ്പോ ഞങ്ങൾ അച്ഛൻ എന്താ പറയാ, ആ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കത്തില്ല, അസുഖം വരുമെന്ന്. ആ അച്ഛനെ കണ്ട് പഠിച്ചാടി ഞാൻ. എന്നിട്ട് പണി പൈസ എന്തിയേ? പൈസ എന്നത് ഇരുപുണ്ട്. ഈ പൈസ ഒക്കെ അവിടെ കൊണ്ടുവെക്കണം. പിന്നെ രാവിലെ എനിക്ക് പൊതിക്ക് തന്ന ഇല ഇതിനകത്ത് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. എന്തോ കാര്യത്തിനാ പക്ഷെ ഇങ്ങനെ നിങ്ങൾ പിശുക്കത്തരം കാണിക്കുന്ന? എന്തോ എന്ന് ഇല വെട്ടി കഴിഞ്ഞാൽ പിച്ചാത്തി ഒടിഞ്ഞു പോകും. അത് വാങ്ങിക്കാൻ എന്റെ പൈസ ഇല്ല. എന്റെ ദൈവമേ, ഇങ്ങനെയും പൈസ കാത്തു സൂക്ഷിക്കുന്ന ഒരാള്. ഞാൻ കല്ല് പൊട്ടിട്ടുണ്ടാക്കിയ പൈസ ആയത്. ഉടുക്ക പൊട്ടിച്ച് പൈസ ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടുണ്ട്. കല്ല് പൊട്ടിച്ച് പൈസ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്റെ കയ്യിലിട്ട് നോക്കിയത് ചോക്ലേറ്റ് ഇരിക്കുമല്ല, കല്ല് പിടിച്ച എന്റെ തരമ്പ് അതിന്റെ തലക്കൊരു ഒറ്റ അടി അഭിചേരും. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ സൂക്ഷിച്ച് അവിടെ കൊണ്ട് വെക്കണമെന്ന്. എല്ലായിടത്തും എനിക്ക് കുളിക്കണം. പോയി കുളിച്ചിട്ട് വാ. അതെ, ഇന്ന് സ്പെഷ്യൽ ഉണ്ട്. അതിന് ഞാൻ പൈസ മുടക്കണോ? സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു. സ്പെഷ്യൽ ഉണ്ടെന്നല്ല പറഞ്ഞത്. ഇന്ന് സ്പെഷ്യൽ ഉണ്ട്. ചിക്കൻ ഫ്രൈയും മീൻ കറിയും. അവിടെ ഇരിക്കട്ടെ, ഞാൻ വെളുപ്പിനെ 1 മണിക്ക് കഴിക്കാം. അതെന്തോ അങ്ങനെ? രാവിലത്തെ ഫുഡ് ലാഭമാക്കാമല്ലോ. എന്റെ സമയാസമയം ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ വല്ല അസുഖം ഉണ്ടാവുമെന്ന്. എടി, നിന്റെ ഫുഡ് കഴിച്ചാലും അസുഖം ഉണ്ടാക്കും. ചിക്കനകത്തല്ല വെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് വറുത്ത് പൊരിച്ചങ്ങ് വെച്ചേക്കുവാ. അതെടുത്ത് തിന്നാൻ പേടിയാ. മസിൽ പിടിച്ച ആൾക്കാർ നിൽക്കുന്ന പോലെ ആ ചിക്കന്റെ കിടപ്പ്. എന്നോട് വഴക്കടിക്കാതെ പോയി നിന്ന് കുളിക്കാതെ. എന്റെ ദൈവമേ, സ്വന്തം ഭർത്താവ് 100 രൂപ കാശ് ഞാൻ ചോദിക്കണമെങ്കിൽ 50 രൂപയുടെ മുദ്രപത്രത്തിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. RBI ബാങ്കിൽ പോലും ഇല്ല ഇതുപോലെ ലോൺ എടുക്കാൻ കഷ്ടപ്പാട്. കണ്ടോ, പത്മിനി എന്നാ പേര്. അത് തികച്ചു വിളിക്കത്തില്ല, അതും കൂടെ അങ്ങ് പിശുക്കുവാങ്ങ മനുഷ്യനാണ്. എന്താ ഈ ബാത്റൂമിൽ കുളിക്കുന്ന സോപ്പ് ഇരിപ്പില്ലയോ? അത് കൊള്ളാം. വ്യൂവേഴ്സിന്റെ സോപ്പല്ലേ ആ സോപ്പൊട്ടിക്കകത്ത് ഇരിക്കുന്നത്, കണ്ണു കാണാൻ വയ്യായോ? വ്യൂവേഴ്സിന്റെ തേഞ്ഞ സോപ്പാണ് ഇരുന്നേ. ആണ്. ഞാൻ വിചാരിച്ചു നിന്റെ അപ്പൂപ്പന്റെ കണ്ണാടിയുടെ ഗ്ലാസ് ഇളകി കിടക്കുമായിരിക്കും. ദേഹത്ത് തേച്ച് ദേഹം മുറിയുമല്ലോടി. എങ്ങനെങ്കിലും കുളിച്ചിട്ടൊന്ന് ഇറങ്ങാന്. കുഴപ്പമില്ല, ഇത് വെച്ച് വടിക്കാം. തീരിലൊന്നുകൂടി ഇട്ടാലോ? ഇത്ര പെട്ടെന്ന് കുളി കഴിഞ്ഞോ? അയ്യോ, ഭയങ്കര കുളിയായിരുന്നു. അടിപൊളി കുളി. എന്തായാലും ഒരു ഉന്മേഷം വന്നൊരു ഇതൊക്കെ ഉണ്ട്. അയ്യേ, നല്ല വൃത്തിക്ക് കുളിച്ചല്ലേ. സോപ്പ് വാത കണ്ടിരിക്കുന്നത്, വെള്ളം ഒഴിച്ച് കഴുകി കളയത്. അത്രകൊണ്ട് വെള്ളം ലാഭിക്കാല്ലോ. എന്തിനാ വെറുതെ വെള്ളം എടുത്ത് കളയുന്നത്? ഉണ്ടായോന്ന് കുറച്ച് കഴിയുമ്പോ സോപ്പും പാത പൊട്ടി പോകും. കേൾക്കാൻ നല്ല രസം. അപ്പുറത്തെ മോഹൻ ഇല്ലേ ചേട്ടാ വരുന്നത്? മോഹന് ഈ വരുന്നത് അറിയാൻ വയ്യ. വീട്ടിൽ ഇരുന്നാ പോരെ? പപ്പേച്ചേ, അയ്യോ അയ്യോ അയ്യോ, എന്താണ് വാന വീട്ടിലുണ്ടായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. സുഖമാണ്. സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്താ ചെയ്യാനാണ്? അയ്യോ, ഇതെന്ത് പറ്റി? വയ്യടാ, വെറുതെ പണിക്ക് പോവാ. പൈസ തരത്തില്ല, ഒന്നും തരത്തില്ല. ഇവിടെ തിന്നാനും ഒന്നുമില്ല, പട്ടിണി എല്ലാം. അതെ അതെ, കഞ്ഞിയും പയറും ആയിരുന്നു ഇവിടെ. നമ്മളെ വീട്ടിലും അതുപോലെ തന്നെ കഞ്ഞിയും പയറൊക്കെ മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നോ? സ്പെഷ്യൽ ആയിട്ട് ഒരു കലം ഇരിപ്പുണ്ടായിരുന്നു. അതിലൊരു തോർത്തിട്ട് അവിച്ച് വെച്ച് കലം വെറുതെ ഇരിക്കുന്ന അങ്ങനത്തെ അവസ്ഥ. ഈ സന്ധ്യ നേരത്തെ എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങിയത്? ടിവിയിൽ എന്തുമാത്രം പരിപാടി ഉണ്ടെന്നറിയോ? സീരിയലും കോമഡിയും ഒക്കെ ഉണ്ട്, വെച്ച് കാണരുത്. സീരിയലൊക്കെ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഈ നാടകമാണ് ഭയങ്കര ഇഷ്ടം കാണാന്. അതിനിപ്പോ ഇവിടെ നാടകം? കിടില നാടകമല്ലേ ഇവിടെ നടക്കും.